paper waiting. Yeah. Participants of everyone. Navami. Good morning, Miss. Good morning. Good morning, Miss. Good morning. Good morning. Good morning, Miss. Good morning. Miss. Okay. Miss കേൾക്കുന്നില്ല. ഓക്കെ സാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ടീച്ചർ മിണ്ടാത്തേ. ഓക്കെ. മിസ് ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ. ഹലോ, ഇപ്പോൾ കേൾക്കാമോ? ഇപ്പോൾ കേൾക്കാമോ മോളെ? Yes. എല്ലാവർക്കും കേൾക്കാമോ? ഷോമിയുർത്തം, Yes. അലൻ കേൾക്കാം അല്ലേ? അഡ്മിറ്റ് വന്നു. ഓക്കെ. എല്ലാവരും എത്തിയോ? ഇനിയുണ്ടല്ലോ വരാൻ. ഓക്കെ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഞാനാണ് നിങ്ങളുടെ പുതിയ സയൻസിന്റെ ടീച്ചർ. എൻ്റെ പേര് അന്നമ്മ ജോസഫ്. എൻ്റെ പേരെന്താ പറഞ്ഞേ? കേട്ടോ? കേട്ടോന്നൊക്കെ തമ്പ് കാണിച്ച ടീച്ചറെ. ഗുഡ്. ഇവിടെ ഷഹ്ന, ഷഹുമ, ജൂലിയറ്റ്. കേട്ടോ? ക്യാൻ യു ഹിയർ മീ? ജൂലിയറ്റ്? Yes. Then where is Navami? Navami? I can't see you. Navami. വീഡിയോ ഓൺ ചെയ്തേ. ഹലോ. നവമി വീഡിയോ ഓൺ ചെയ്തേ. അജ്സൽ വീഡിയോ ഓൺ ചെയ്ത മോനെ. നമുക്ക് തുടങ്ങാം. ഓക്കെ, ബാക്കിയുള്ളവർ വരട്ടെ, വേറെയുള്ളവർ വരട്ടെ അല്ലേ? അതോ വെയിറ്റ് ചെയ്യണോ ഫ്രണ്ട്സിന് വേണ്ടിട്ട്? നിങ്ങൾ പറ, നിങ്ങളുടെ ഫ്രണ്ട്സ്. ന്യൂ കമേഴ്സ് ആയതുകൊണ്ടാണ് അവർ ലേറ്റ് ആവുന്നേ. ഇനി ഓക്കെ, ഞാൻ നിങ്ങൾക്ക് സയൻസ് ആണ് എടുക്കുന്നത്. ഏത് വിഷയ? സയൻസ് ക്ലാസ്. സയൻസ് ക്ലാസ്സിലല്ലേ നിങ്ങൾ കയറിയിരിക്കുന്നേ?
കട്ടാവുന്നുണ്ട്. ഓക്കെ. മിസ്സേ ഓ പറ കേൾക്കാം. ആരാ വിളിച്ച മിസ്സിനെ? മിസ്സിന്റെ സൗണ്ടാ കേക്കുന്നേ. എന്തോ? അപ്പത്തെ മിസ്സിന്റെ സൗണ്ടാ കേക്കുന്നേ. അപ്പത്തെ മിസ്സിന്റെ സൗണ്ടാ കേൾക്കുന്നത് അല്ലേ? നമ്മളെ ഇവിടെ അടുത്തടുത്ത ക്ലാസ്സിൽ ഇരിക്കുന്നത് 2 ദിവസം ശരിയാവട്ടോ. ഇപ്പൊ ചെറിയൊരു ഇതുള്ളതുകൊണ്ട് നമ്മള് അടുത്തടുത്തിരുന്ന ക്ലാസ് എടുക്കുന്നത്. ഇവിടെ നമ്മുടെ സ്കൂളിൽ കുറച്ച് പണി നടക്കുന്നുണ്ട്. അപ്പൊ ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇപ്പോൾ ദൂരെ ഇരുന്ന് ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. അവിടെയൊക്കെ പൊടി വരുന്നുണ്ട്. നമ്മളെ ടീച്ചേഴ്സ് എല്ലാം ഓഫീസ് റൂമിൽ ഇരുന്ന് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ശബ്ദം കേൾക്കുന്നത് കേട്ടോ. ശരിയാവേ? ഓക്കെ. നിങ്ങൾക്കൊക്കെ സയൻസ് പഠിക്കാൻ ഇഷ്ടമില്ലേ? ഇഷ്ടമാണോ? ഇഷ്ടമുണ്ട്. എന്തുകൊണ്ടാ ഇഷ്ടം? എന്തുകൊണ്ടാ ഇഷ്ടം? ഇപ്പൊ നമുക്ക് ജസ്റ്റ് തുടക്കം മാത്രമാണ്. എന്തുകൊണ്ടാ ഇഷ്ടം? പറ. നമുക്കൊരു കാര്യം ഇഷ്ടമാണ്, അല്ല ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോ അതിന് റീസൺസ് ഉണ്ടാവുമല്ലോ, ഇല്ലേ? എന്തുകൊണ്ടാ സയൻസ് ഇഷ്ടം? എന്തുകൊണ്ടാ സയൻസ് ഇഷ്ടം? പറ. ഒരു കാര്യമില്ലാണ്ട് ഇഷ്ടപ്പെടുവോ? ഒരു കാര്യമില്ലാതെ ഇഷ്ടപ്പെടുവോ? അവണിക്ക് എന്തുകൊണ്ടാ സയൻസ് ഇഷ്ടം? അവണി, അൺമ്യൂട്ട് യുവർസെൽഫ് ആൻഡ് സേ. അവണി, can you hear me? മരങ്ങളെ കുറിച്ചെല്ലാം പഠിക്കാൻ. എന്താ മോളെ ഒന്നര പറഞ്ഞേ? മരങ്ങളെ കുറിച്ചെല്ലാം പഠിക്കാം. ഗുഡ്. മരങ്ങളെ കുറിച്ച് പഠിക്കാം. മരങ്ങളെ കുറിച്ച് മാത്രമല്ല, ഇപ്പൊ നമ്മളോട് ഒരാള് പറയാം. പറ ചിത്രം വരയ്ക്കാൻ. എന്തോ? ബോഡിയെ കുറിച്ച് പഠിക്കുക, ശരീരത്തിലുള്ള സ്റ്റഡി അവർ ബോഡി അല്ലേ? അബൌട്ട് അവർ ബോഡി. ഓക്കെ, ഗുഡ്. ദെൻ ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചിത്രം വരയ്ക്കാൻ പറയല്ലേ? ചിത്രം വരയ്ക്കാൻ പറയാലേ? ചിത്രം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എവിടെ നിന്നാ ഇതിനുള്ള ചിത്രം വരയ്ക്കണേ? നമുക്ക് അതിനുള്ള പ്രേരണ എവിടുന്നാ കിട്ടുന്നേ? എവിടുന്നാ കിട്ടുന്നേ? നമ്മൾ കുഞ്ഞുനാൾ സയൻസ് എന്ന് പറയണ്ട, എന്നാലും നമ്മളിപ്പോ കുഞ്ഞു പിള്ളേർ ചിത്രം വരയ്ക്കുമ്പോ അവരെന്ത് ചെയ്യും? കുറച്ച് പൂക്കളും അല്ലെ, കുറച്ച് മരങ്ങളും, കുറച്ച് പ്ലെയിൻ റെയിൻ ഗോ അവേ അല്ലേ? ഓക്കെ. അപ്പൊ റെയിനെ കുറിച്ച് നമ്മള് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് എവിടെ നിന്നാ കിട്ടുന്നേ? എവിടെ നമുക്ക് കിട്ടുന്നേ? ഗുഡ് മോർണിംഗ്. ഓ യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രകൃതിയിൽ നിന്ന്. ഓക്കെ മക്കളെ, വെയിറ്റ് 1 minute. ഓക്കെ, മിസ് എവിടെ പോയി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ ക്ലാസ് എടുക്കുന്നിടയ്ക്ക് ടീച്ചർ എങ്ങോട്ടോ ഓടിപ്പോയല്ലേ? ഇല്ലേ? അതെ, നമ്മുടെ ഇവിടെ ചെറുതായിട്ടേ കേൾക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ ശരിയായോ? അതെ, നിങ്ങൾ ഓർക്കും ടീച്ചർ എങ്ങോട്ടാ പോയി ക്ലാസ്സിനിടയ്ക്കെന്നല്ലേ? ടീച്ചറെ കാണുവാനില്ലാന്ന് വിചാരിക്കല്ലേ? നെഹ്റ,
ഓക്കെ അല്ലേ? അതെ, നമ്മുടെ സ്കൂളിൽ ഇവിടെ പണി നടക്കുന്നുണ്ട്. അന്നേരം ഇപ്പം പാറ പൊട്ടിക്കാൻ വേണ്ടി വെടി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഓഫീസ് റൂമിന് തൊട്ട് പുറകിൽ നിന്നായിട്ട് അത് പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വെടിയൊക്കെ വെക്കുന്നത്. അപ്പം അതിൻ്റെ ചീലൊക്കെ തീർക്കത്തില്ലേ? അപ്പം ടീച്ചേഴ്സ്, ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് നമ്മുടെ മുറ്റത്തിൻ്റെ ഇപ്പുറത്ത് അവിടെ പോയി സേഫായ സ്ഥലത്തേക്ക് പോയി മാറി നിൽക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് മാറിപ്പോയത് കേട്ടോ. നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഓക്കെ, ജസ്റ്റ് ഇന്നൊരു ഇൻട്രഡക്ഷൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ പാഠത്തിലേക്ക് പോകുന്നില്ല. നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ പരിചയപ്പെടുത്താം, എന്തുകൊണ്ടാണ് നമ്മൾ സയൻസ് പഠിക്കേണ്ട ആവശ്യം എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. സോ ഓക്കെ, മിനിറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇന്ന് സയൻസ് ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ എന്താ ചോദിച്ചു വന്നത്, എന്തുകൊണ്ടാണ് സയൻസ് ക്ലാസ് ഇഷ്ടപ്പെടുന്നത് അല്ലേ? അപ്പം കുട്ടികളോട് നമ്മൾ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്നാണ് കുഞ്ഞുങ്ങൾ പൂക്കളെയും പിന്നെ പൂച്ചക്കുട്ടീനും പപ്പിക്കുട്ടിയും ഒക്കെ വരയ്ക്കുക അല്ലേ? നിങ്ങളും ചെറുപ്പത്തിൽ അങ്ങനല്ലേ ചെയ്തേ അല്ലേ എറിക്കേ? ആണ്. ഇതിലാരാ ചിത്രം വരയ്ക്കുന്നത്? ഓ, ഇതിലാരാ ചിത്രം വരയ്ക്കുന്നവരുള്ളേ? ഓക്കെ, അലൻ, ഗുഡ്. ദെൻ അലൻ മാത്യു ദിലീപ്, വെരി ഗുഡ്. ദെൻ നെഹ്റ ചിത്രം വരയ്ക്കൂലേ? ആരാണ്? നിഹാല. ഓക്കെ, വെരി ഗുഡ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനൊക്കെയുള്ള പ്രേരണ എവിടെ നിന്നാ കിട്ടുന്നേ? റെയിനെ മോൻ എവിടെ കാണുന്നേ? പ്രകൃതി. ഓക്കെ, പ്രകൃതി നിന്നല്ലേ? പ്രകൃതി നിന്നല്ലേ? അപ്പൊ ഇത് അതുകൊണ്ട് നമ്മളെ സയൻസില് പ്രകൃതിയെ കുറിച്ച് അഡ്മിറ്റ് ചെയ്യണം. കേൾക്കുന്നില്ല. ഓക്കെ മോനെ, ഇടയ്ക്ക് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട് ഇവിടെ, അതുകൊണ്ട് അങ്ങനെ വരുന്നത്. ഒക്കെ ശരിയാവും കേട്ടോ. ഒക്കെ ശരിയായി വന്നോളും. ഓക്കെ, അതുകൊണ്ട് ഇന്ന് നമ്മൾ കാര്യം സീരിയസ് ആയ ക്ലാസ് ഒന്നും എടുക്കുന്നില്ലല്ലോ, വെറുതെ കുറച്ച് ഇൻട്രൊഡക്ഷൻ മാത്രമല്ലേ നടത്തുന്നുള്ളൂ. ഇപ്പൊ ക്ലിയർ അല്ലേ പറയുന്നേ? ക്ലിയർ അല്ലേ? കേൾക്കാത്തൊരു പറയണേ ടീച്ചറോട്. അപ്പൊ പ്രകൃതിയാണ് ഏറ്റവും വലിയ പാഠപുസ്തകം. ഏറ്റവും വലിയ പാഠപുസ്തകം ഏതാ? പ്രകൃതി. അപ്പോൾ പ്രകൃതിയെ കുറിച്ച് പറയുന്നത് തീർച്ചയായും നമ്മൾക്ക് പ്രകൃതിയും നമ്മളുമായിട്ടുള്ള ബന്ധം എന്താന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പ്രകൃതിയും നമ്മളുള്ള ബന്ധം എന്താ? എന്തുകൊണ്ട് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം, നശിപ്പിക്കുക എന്നൊക്കെ പറയാല്ലേ? എന്തുകൊണ്ടാണ് പ്രകൃതി നമ്മളുള്ള ബന്ധം എന്താ? ഞാൻ വെച്ചോ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? കഴിച്ചോ? എല്ലാവരും കഴിച്ചോ? എന്താ കഴിച്ചത്? അലൻ ബി സാംസൺ എവിടെ പോയി? വന്നോ? അലൻ എന്താ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചേ? അൺമ്യൂട്ട് യുവർസെൽഫ് സെൻസേ. ദോശയും ചിക്കൻ കറി. ഓ, ദോശയും, വെരി ഗുഡ്. ഈ ദോശക്കുള്ള അരി എവിടുന്നാ കിട്ടിയേ? പ്രകൃതിയിൽ നിന്ന്. പ്രകൃതിയിൽ നിന്ന്. മോനും നെൽകൃഷി നടത്തുന്നുണ്ടോ? നെല്ലിൽ നിന്ന്. നെല്ല് എവിടെ വളരുന്നേ? വയലിലല്ലേ? അത് ശരി. അപ്പൊ നെല്ല് വയലിലാണ് വളരുന്നത്. അപ്പൊ ആ നെൽച്ചെടി പറിച്ചിട്ട് ഒരു നെൽച്ചെടി അത് നമ്മൾ വെയിലത്തിട്ട് അങ്ങ് ഉണക്കി, അല്ലെ വെയിലത്ത് കിടന്ന് കരിഞ്ഞു പോയി, ആ നെൽച്ചെടിയിൽ നിന്ന് നമുക്ക് പിന്നെ നെല്ല് കിട്ടുവോ? സിദ്ധാർത്ഥ കിട്ടുവോ? കിട്ടും. എന്തുകൊണ്ടാ കിട്ടാത്തെ? അതും നെൽച്ചെടി തന്നെയല്ലേ? നെൽച്ചെടിയല്ലേ? അത് കരിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ അതിനെ നെൽച്ചെടി നല്ലാന്ന് പറയുവോ? പറയോ ജൂലിയറ്റെ? പറയോ ജൂലിയറ്റെ? അത് നെൽച്ചെടി പറിച്ച് കരിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ നെൽച്ചെടി അല്ലാന്ന് പറയുവോ? നിത മാല നല്ല ഭംഗിയുണ്ട് കേട്ടോ. താഴ്ത്തിട്ടെ, ക്ലാസ് ശ്രദ്ധിച്ചേ. നിത ഫാത്തിമ കേൾക്കുന്നില്ല, സ്ട്രക്കായി പോയോ? ഓക്കെ, അപ്പൊ നമ്മൾ നെൽച്ചെടി, അപ്പൊ ആ നെൽച്ചെടിക്ക് നമ്മൾ പറിച്ചു കളഞ്ഞ ആ നെൽച്ചെടിക്ക്
നെല്ലിൽ നിന്ന് നമുക്ക് നെല്ല് കിട്ടത്തില്ല. അപ്പോൾ വയലിൽ നിൽക്കുന്ന ആ നെല്ലും നമ്മൾ പറിച്ചിട്ട നെല്ലും തമ്മിൽ എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? നമ്മൾ പറിച്ചിട്ട നെൽച്ചെടിയും അല്ലാതെ വയലിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന നെൽച്ചെടിയും തമ്മിൽ എന്താ വ്യത്യാസം? പറിച്ചിട്ട നെൽച്ചെടി വളരത്തില്ല, പറിച്ചിടാത്ത നെൽച്ചെടി വളരും. ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങ് എന്തുകൊണ്ടാ വളരത്തില്ല എന്ന് പറയുന്നേ? എന്തുകൊണ്ടാ എഡ്വിനെ? അതിന് വെള്ളം മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടത്തില്ല. ഓ വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ? നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അതിന് എന്ത് കിട്ടില്ല? മണ്ണ് കിട്ടില്ല. മണ്ണ് കിട്ടൂല. എന്തിനാ മണ്ണ്? എന്തിനാ? വാട്ട്സ് യൂസ് ഓഫ് മൺ? ദാറ്റ് ഇസ് യൂസ് ഓഫ് ദി സോയിൽ. വളരാൻ. വളരാൻ. ഓക്കെ ഓക്കെ, ടു ഗ്രോ അല്ലേ? വളരാൻ വേണ്ടിട്ട് അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോൾ വളരാൻ മണ്ണ് വേണം. ഇറ്റ് നീഡ് സോയിൽ. ഓക്കെ അല്ലേ? സോയിലിൽ നിന്ന് എന്താ ഇനി സോയിൽ മാത്രം മതിയോ? സോയിൽ മാത്രം മതിയോ? വാട്ടർ. ആ വാട്ടർ വേണം അല്ലേ? ആ ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, അത് ശരിയായിക്കോളും കേട്ടോ. അപ്പൊ നെൽച്ചെടി വളരാൻ വേണ്ടി നമ്മൾ പറഞ്ഞു മണ്ണ് വേണമെന്ന് പറഞ്ഞു. പിന്നെ 4th സ്റ്റാൻഡേർഡ് സയൻസ് ഓക്കെ. അപ്പോൾ നെൽച്ചെടി വളരാന് നമ്മൾ മണ്ണ് വേണമെന്ന് പറഞ്ഞു, വെള്ളം വേണമെന്ന് പറഞ്ഞു. ഇനി എന്താ വേണ്ടേ? ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് കേട്ടില്ല? ഐ കാൻ ഹിയർ. ആ സൺലൈറ്റ്. സൺലൈറ്റ് വേണം അല്ലേ? ഷഹിന എന്ത് പറ്റി ലേറ്റ് ആയി പോയത്? ഷഹ്മാവി അല്ലേ? ഓക്കെ. ദെൻ അപ്പൊ നമ്മളെ നെൽച്ചെടി വളരാൻ വേണ്ടിയിട്ട് വെള്ളം വേണം, വളം ഇത് വേണം, സോയിൽ വേണം, വാട്ടർ വേണം, എയറും വേണം അല്ലേ? സോ അപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലൊക്കെ പച്ചക്കറി വെക്കാറുണ്ടല്ലേ? ഇലക്കറികളൊക്കെ വെക്കാറില്ലേ? ഇല്ലേ എറിക്കെ? ഇലക്കറികളൊക്കെ കഴിക്കാൻ ഇഷ്ടമാണോ എറിക്കിന്? എറിക്, can you hear me? ഇലക്കറികളൊക്കെ വെക്കാറില്ലേ വീട്ടിലെ? ഇല്ലേ? ആ അപ്പം നമ്മൾ കരിഞ്ഞ ഇല പറിച്ചിട്ടാണോ കറി വെക്കുന്നത്? നമ്മൾ ചീര കറി വെക്കാൻ നോക്കാം. നമ്മൾ കരിഞ്ഞ ഇല എടുത്തിട്ടാണോ കറി വെക്കുന്നത്? ആ പച്ച അല്ല, ചീരയാകുമ്പോ ചുമപ്പ് കളറാണ്. ഓക്കെ. എന്നാലും ജീവനുള്ള ചെടി പറിച്ചിട്ടാ കറി വെക്കുന്നല്ലേ? എന്തിനാ മക്കളെ ഈ ജീവനുള്ള ചെടി പറിച്ച് കറി വെക്കുന്നത്? എന്തിനാ? എന്തിനാ ജീവനുള്ള ചെടി പറിച്ച് കറി വെക്കുന്നത്? പാവം ചെടിയല്ലേ? ഓ വിറ്റാമിൻസ് കിട്ടാനല്ലേ? അപ്പം നമുക്ക് വിറ്റാമിൻസ് കിട്ടുന്നത് എവിടുന്നാ? ഇലച്ചെടികൾ. അതായത് കളറുള്ള ഗ്രീൻ ലീവ്സ് അല്ലേ? ക്ലീൻ മീൻസ് കളർ. പിന്നെ ഗ്രീൻ ലീവ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അല്ലാതെ കരിഞ്ഞു ഉണങ്ങിയ ലീവ്സ് അല്ലല്ലോ. അല്ല. നോ. അപ്പോൾ ഇനി നമ്മുടെ വീട്ടിലൊക്കെ പശുക്കളെ വളർത്തുന്നുണ്ടല്ലേ? അവർക്ക് എവിടുന്ന ഭക്ഷണം കൊടുക്കുന്നേ? നവമി. ഗ്രാസിനാ കിട്ടുന്നല്ലേ? അപ്പൊ പശുവിന് പോലും പുല്ല് വേണം അല്ലേ? പശുവിന് പോലും പുല്ല് വേണം. ഈ പുല്ലൊക്കെ എവിടുന്നാ കിട്ടുന്നേ?
നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഓരോരുത്തരായിട്ട് കയറി വരുന്നുണ്ട്, കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറ്റി എല്ലാവരും ഇങ്ങനെ ലേറ്റ് ആവുന്നേ? ടീച്ചർ ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് കയറാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പം പിന്നെ വെറുതെ ഫസ്റ്റ് ഡേ അല്ലേ, നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം, പൊതുവായിട്ട് കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് പറയാം എന്നോർത്തിട്ടാണ് ടീച്ചർ ക്ലാസ്സിൽ കയറാത്തത്. ജസ്റ്റ് നമ്മൾ സയൻസിനെ കുറിച്ച്, സയൻസും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, നമ്മുടെ ജീവിതത്തില് സയൻസിനുള്ള പ്രാധാന്യത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മള് പരസ്പരം അല്ലെ, ചെടികളും മനുഷ്യന്മാരും ഒക്കെ അല്ലെ, മൃഗങ്ങളും അല്ലെ, പശുവിന് നമ്മൾ പുല്ല് കിട്ടുന്നത് പറമ്പിൽ നിന്ന് അല്ലെ, പുല്ലിനോട് കൊടുത്തിട്ടല്ലേ അവര് ജീവിക്കുന്നേ. അപ്പൊ പശു നമുക്ക് പാല് തരും. നമ്മുടെ പ്രകൃതിയും മനുഷ്യനുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ട്, ഉണ്ടോ? ഷഹ്മ, എന്താ അവിടെ സംസാരം? ക്യാൻ യു ഹിയർ മീ ഷഹ്മ? If you can see and hear me, please show your thumb. I can't hear you now. കട്ടായോ? ഓക്കെ, ദെൻ ഇനി നമുക്ക് പൊതുവായിട്ട് നമുക്ക് നമ്മുടെ ബുക്ക് ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ലേ എല്ലാവർക്കും? നോട്ട് ബുക്ക് ഉണ്ടോ? ഓക്കെ, നോട്ട് ബുക്ക് ഉണ്ടോ? ഉണ്ട്. നിങ്ങളുടെ നോട്ട് ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 4ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ, ഞാൻ ചെറിയ കുഞ്ഞുങ്ങളെ പറയുന്ന പോലെ പറയണ്ടല്ലോ. എല്ലാവരും ടെസ്റ്റും നോട്ടും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കവർ ചെയ്ത് എഴുതണം. പിന്നെ നിങ്ങളുടെ നോട്ട്, എല്ലാവരും നോട്ട് ബുക്ക് കാണിച്ചു തന്നെ. ടോഷിൻ, ഓക്കെ, അതിന്റെ ഫസ്റ്റ് പേജ് എടുത്തേ, ഫ്രണ്ട് പേജ് എടുത്തേ, ഫ്രണ്ട് പേജ് എടുത്തേ. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് പേജ് കണ്ടോ? ഒരു ഇൻഡെക്സ് പേജ് കണ്ടോ? യെസ്, കണ്ടോ? അതിനകത്ത് നമ്മൾക്ക് ഓരോ ക്ലാസ്സിൽ നമ്മൾ ടീച്ചർ 1ാമത്തെ പാഠം എടുക്കുമ്പോൾ മോളെ നമ്മുടെ പേജ് നമ്പർ എത്രയാണ്? നമ്പർ കാണുന്നില്ലേ? 179 പേജ് നമ്പറിലാണ് നമ്മുടെ സയൻസിന്റെ ഇത് കണ്ടില്ലേ? കിട്ടിയില്ലേ? അപ്പം പ്ലാന്റ്സ്, നമ്മുടെ 1ാമത്തെ പാഠത്തിന്റെ നെയിം ഓഫ് അവർ ന്യൂ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ ഈസ് പ്ലാന്റ്സ്, പ്രിപ്പയറിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഫുഡ്. വാട്ട്? പ്രിപ്പയറിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഫുഡ്. ഓക്കെ. അപ്പൊ നമ്മള് നെയിം ഓഫ് അവർ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് പ്ലാന്റ്സ്, പ്രിപ്പയറിംഗ് ഫുഡ് ആൻഡ് സ്റ്റോറിംഗ് ഫുഡ്. അപ്പോൾ ഓക്കെ, look at the pair. How green and beautiful is this? It is full of green leaves. Why leaves green? That's our question. Why leaves green? Why leaves green? Why leaves green? എന്തുകൊണ്ടാണ് ഇലകള് പച്ച കളറിൽ കാണുന്നത്? അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ പച്ച കളർ ഇലകളെ സെലക്ട് ചെയ്യാൻ കാരണം ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്തുകൊണ്ടാണ് ഗ്രീൻ ലീവ്സ്? എന്താണ് കാരണം പറയാമോ? വൈ ലീവ്സ് ഗ്രീൻ? ഇനി ആരാണ്?
ഹരിതകം. അൺമ്യൂട്ട്. Okay. കേൾക്കത്തില്ല. Now it is clear. Okay. ഓക്കെ ഓക്കെ. സാറല്ല, സോ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, കുറച്ച് മിസ്സിലേക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ വൈ ലീവ്സ് ഗ്രീൻ? പ്രസൻസ് ഓഫ് എ സബ്സ്റ്റൻസ്, ഇറ്റ് നെയിം ഈസ് ക്ലോറോഫിൽ. എന്താണ്? വാട്ട്? ക്ലോറോഫിൽ. ഓക്കെ, അപ്പോൾ ലുക്ക് അറ്റ് ദ സ്പെല്ലിംഗ് ഓഫ് ക്ലോറോഫിൽ. There will be a dictation of new words next class, next Wednesday. Okay, dictation ഉണ്ടാവും. ഞാൻ ഇന്നത്തെ ടഫ് വേർഡ്സിന്റെ. അപ്പൊ ക്ലോറോഫിൽ ആരോ എന്നോട് ഇപ്പൊ പറഞ്ഞു ഹരിതകം എന്ന്. അത് നമ്മുടെ മലയാളത്തിൽ പറയുന്നതാണ് ഹരിതകം. ഓക്കെ, ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ അത് ഹരിതകം തന്നെയാണ്. ഹരിതകം. അപ്പൊ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ leaves green color. The spelling of chlorophyll, check spelling of chlorophyll. CH, say CH LOROPHYLL. Okay, അപ്പോൾ presence of chlorophyll gives green color to our leaves. If there is no chlorophyll, no color, no green color. Okay, so the presence of a substance called, and underline that word in your textbook. Underline that word in your textbook. Today there is no notes for you. Okay, underline that word chlorophyll. Underline. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരും വന്നില്ല. നമ്മളപ്പം നമ്മളെ ആത്മധൈര്യം വിടാൻ പാടില്ല. നമ്മൾ ആരെയും നമ്മളെ സഹായിക്കാൻ വന്നില്ലെങ്കിലും നമ്മൾ എന്ത് വിഷമത്തിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. Only green leaves can make food for the plants or this tree since they contain chlorophyll. Green leaves need air, water and sunlight to prepare food. എന്തൊക്കെയാണ്? എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ് നീഡ് ടു പ്രിപ്പയർ ഫുഡ്. ടീച്ചർ ഇപ്പം ക്ലാസ് എടുത്തല്ല, വെറുതെ നിങ്ങളെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിന്റെ ബാക്കി പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി പിന്നെ ക്ലാസ് വരുമ്പോൾ ടീച്ചർ അത് ക്ലിയർ ആയി വന്ന് നോട്ടും ഒക്കെ തരും. വെറുതെ ജസ്റ്റ് ഇപ്പം നിങ്ങളെ ആദ്യത്തെ ക്ലാസ് അല്ലേ, ആദ്യമേ തന്നെ ക്ലാസ്സിലേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് വെറുതെ നിങ്ങളെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ നടത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗ്രീൻ ലീവ്സ് നീഡ് green leaves need air, water. What are they? Air, water and sunlight. No. यही याचना प्रभुवर मेरी, रक्षा करो विपद से मेरी, यही प्रार्थना है प्रभु मेरी. So, ഇനി ഫുഡ് ഫോർ പ്ലാന്റ്സ്. നമ്മുടെ വീട്ടിലൊക്കെ അടുക്കളയുണ്ടല്ലേ? അടുക്കള ഭക്ഷണം പാകാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഭക്ഷണം ഓ, നല്ല മക്കളാണല്ലോ. യാ, ഗുഡ്. ആ, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, ഗുഡ്. നിങ്ങൾ ഇത്രയും പേര് അമ്മേനെ പാചകം ചെയ്യാൻ സഹായിക്കും അല്ലേ? ആണോ? ആ, പാചകം. നമുക്കിപ്പോ ഒരു ദോശ ഉണ്ടാക്കണം എന്ന് നോക്കാം. നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ചേർത്ത ദോശ ഉണ്ടാക്കുക അറിയാമോ? ആരാധ്യ, ആരാധ്യ, ഈ മാവ് എങ്ങനെ ഉണ്ടാക്കുന്നേ? അരിന്ന്. അരി മാത്രമേ മാവാവോ? ഇല്ല. ഇല്ല. അതിന് വേറെ എന്തൊക്കെ വേണം? ഈ ടീച്ചർ ഞങ്ങളെ അടുക്കള പണി പഠിപ്പിക്കാന്ന് വിചാരിക്കും അല്ലേ? അല്ല കേട്ടോ. സയൻസുമായിട്ടുള്ള ബന്ധമാണ്, നമുക്ക് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം. എന്തോ? ഓക്കെ ഓക്കെ, ഈ ക്ലാസ് അങ്ങനെ അങ്ങ് പൊക്കോട്ടെ. ടീച്ചർ വെറുതെ ഫസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. എന്തോ? ഉപ്പ്
ഉപ്പ് വേണം. ഉപ്പും വേണം. പിന്നെ ഈ എല്ലാം വേണം. ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാ കിട്ടുന്നേ? ഈ കടക്കാർക്ക് ഇത് എവിടുന്നാ കിട്ടുന്നേ? പറഞ്ഞോ. കൃഷിക്കാരുടെ കയ്യിൽ നിന്ന്. ഉപ്പ് കൃഷിക്കാരുടെ കയ്യിൽ നിന്നാണോ? അല്ല. നിങ്ങൾക്ക് എന്തായാലും പ്രകൃതിയെ അറിയാൻ നോക്കട്ടെ. ഫാക്ടറി നിന്നാണോ മിസ്സേ? ഫാക്ടറി നിന്നോ? എന്തോ? നോട്ട് ക്ലിയർ. ഫാക്ടറി നിന്നോ? വരട്ടെ, ഓരോരോ ഉത്തരങ്ങൾ വരട്ടെ. ഫാക്ടറി നിന്നാണോ മിസ്സേ? പ്രകൃതി. ബേസിക്കലി ബാക്കി പ്രകൃതിയിൽ നിന്നും പല രീതിയിൽ നമ്മൾ ഉപ്പുണ്ടാകും. കടൽ വെള്ളം വറ്റിച്ചും അല്ലെ, ഉപ്പ് ഫീൽഡൊക്കെ. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ ഉത്തരം പ്രകൃതിയിൽ നിന്ന് മതി. ബാക്കി അത് വരുന്ന വെച്ചാൽ ഓരോ മെത്തേഡ്സ് ഉണ്ട്. നമ്മുടെ ഉപ്പളങ്ങളിൽ നിന്ന് കിട്ടും. ഓക്കെ, ദെൻ അതല്ല, നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഉപ്പ് കിട്ടും അല്ലെ. അപ്പോൾ പ്രകൃതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മീൻസ് ഇൻഗ്രീഡിയൻസ് നമ്മൾ പുതിയൊരു വസ്തു ഉണ്ടാക്കും അല്ലേ. എന്നാലും ഈ പ്രകൃതി നമുക്ക് വി നീഡ് റൈസ് ടു അല്ലെ. റൈസ് എവിടെ നിന്നാണ് കിട്ടുന്നേ? ദാറ്റ്സ് ഫ്രം പ്ലാന്റ്, റൈസ് പ്ലാന്റ് അല്ലേ. അപ്പൊ റൈസ് പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന റൈസും നേച്ചറിൽ നിന്ന് കിട്ടാൻ ഉപ്പും, അങ്ങനെ പല കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും. ഇനി എന്തിനാ ഭക്ഷണം കഴിക്കുന്നേ? ആരോഗ്യത്തിന്. പിന്നെ എനർജി. എനർജി. ദെൻ healthy and grow energy. Very for healthy body. Okay, for health. Then to get energy. Then and to grow. അല്ലേ. അപ്പൊ we need food to grow. Healthy. To stay healthy. Energy അല്ലേ. അപ്പോൾ all living things need foods. All living things need food. That is specialty, not non-living thing. All living things need food. Food for growth or development, to get energy, to stay healthy, isn't it? ആണോ മക്കളെ? ടീച്ചർ പറഞ്ഞ മനസ്സിലായോ? അല്ല, കാര്യമായി തലയാട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, ഫുഡ് ഫോർ പ്ലാന്റ്സ്. നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഇത് മെയിൻ യൂസ് ഓഫ് പ്ലാന്റ് ഫോർ ഈസ് ഫുഡ്. വി യൂസ് പ്ലാന്റ്സ് ഫോർ woods for making furniture. Okay, that's not we discussing about the use of plant for food. എന്ത് ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ മരങ്ങളെ ഉപയോഗിക്കുന്നു, അതായത് ചെടികളെ, ഗ്രീൻ തിങ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഹൗ ക്യാൻ ദേ മേക്ക് ഫുഡ്സ്? നമുക്ക് ഭക്ഷണം തരണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കണ്ടേ? വേണ്ടേ? വേണം. അപ്പൊ ഞാൻ ഓർത്ത് നീതി എന്തോ അവിടെ ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത് കേൾക്കുന്നുണ്ടോ എന്നെ? ഓക്കെ. അപ്പം ഭക്ഷണം നമുക്ക് തരണമെങ്കിൽ ഭക്ഷണം ചെടികൾ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയാലേ നമുക്ക് തരാൻ പറ്റുള്ളൂ അല്ലേ. ഉണ്ടെങ്കിലല്ലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. അപ്പൊ സോ എ പ്ലാന്റ് ടേക്ക് ഇൻ വാട്ടർ ഫ്രം ദ സോയിൽ. A plant take in water from the soil. From they get water from soil. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മലയാളത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, മണ്ണിൽ വേണമെന്ന് പറഞ്ഞില്ലേ, ചെടി വളരാൻ വേണ്ടി മണ്ണ് വേണമെന്ന് പറഞ്ഞില്ലേ അല്ലേ. മണ്ണ് വേണമെന്ന് പറഞ്ഞില്ലേ. അപ്പം they get water from soil. Then നമ്മൾ ദോശ ഉണ്ടാകാൻ ഉപ്പും വേണമെന്ന് പറഞ്ഞില്ലേ. അതുപോലെ plants need carbon dioxide. From where they get carbon dioxide? From carbon dioxide from എവിടുന്നാ കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നത് നമുക്ക്? എയർ. ഫ്രം എയർ.
air, air, air. Air. Okay. Then the plants takes in water from the soil and carbon dioxide from the air in the presence of sunlight. Our third ingredient is sunlight. First one is water, second one is air, third one is sunlight. നമ്മൾ വീട്ടിൽ വിറകോ ഗ്യാസോ ഇല്ലാണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ അരിയും ദോശമാവും ഒക്കെ ഉണ്ട്. അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിലും നമ്മൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? നോ, വി നീഡ് അല്ലേ ഫ്യൂവൽ. നമുക്കത് ഫ്യൂവൽ വേണം. ഒന്നെങ്കിൽ ഗ്യാസ് അല്ലെ വിറക്, അങ്ങനെ എന്തെങ്കിലും അല്ലേ? ഇതുപോലെ plants also need fuel. That is sunlight. Plants use sunlight. Plants use water. Plants use air to make food. ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടെ ഒരു പേരും നമ്മൾ കൊടുക്കും. ദാറ്റ് ഈസ് ഫോട്ടോസിന്തസിസ്. എന്താണ്? ദാറ്റ് ഈസ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഫോട്ടോസിന്തസിസ്? എന്താ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാല്? എന്താ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാല്? the process of say loudly,